നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാമ്പിനെ പിടിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് സുരക്ഷയാണ്. ആരുടെ സുരക്ഷ? കേരളത്തിൽ ഔദ്യോഗികമായി പരിശീലനം കിട്ടിയ റെസ്ക്യൂവർമാരോട് ചോദിച്ചാൽ അവർ പറയും, 1 പാമ്പിന്റെ സുരക്ഷ, 2 കൂടി നിൽക്കുന്ന ജനങ്ങളുടെ സുരക്ഷ, 3 പാമ്പിനെ പിടിക്കാൻ എത്തിയിരിക്കുന്ന വ്യക്തിയുടെ സുരക്ഷ. ഇത് 3 ഉണ്ടായാൽ മാത്രമേ വിജയകരമായി ഒരു പാമ്പിനെ പിടികൂടി എന്ന് പറയാനാകൂ. അത്തരത്തിൽ എല്ലാവരുടെയും ജീവനും സംരക്ഷിച്ചുകൊണ്ട് പാമ്പിനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും യാതൊരു പരിശീലനവും ലഭിക്കാതെ അശാസ്ത്രീയമായി പാമ്പിനെ ഇത്തരത്തിൽ പിടിക്കുകയും പാമ്പിന്റെ കടിയേൽക്കുകയും ചെയ്യുകയും മരണപ്പെടുകയും ചെയ്യുന്ന വാർത്തകളും നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോഴിതാ അതിസാഹസികമായി പാമ്പിനെ പിടിക്കുന്ന വീഡിയോയാണ് വൈറലാകുന്നത്. വെള്ളത്തിലിറങ്ങി സാഹസികമായി രാജവെമ്പാലയെ പിടികൂടി ഫോറസ്റ്റ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഇപ്പോൾ കയ്യടി നേടുകയാണ്. പത്തനംതിട്ട സീതത്തോട് കോട്ടമൺപാറയിലാണ് കക്കാട്ടാറിൽ രാജവെമ്പാലയെ പിടികൂടാൻ റാന്നി റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങൾ എത്തിയത്. കുളിക്കടവിൽ രാജവെമ്പാലയെ സ്ഥിരമായി കാണുന്നതിനാൽ നദിയിലിറങ്ങാൻ ജനങ്ങൾക്ക് ഭീതിയായിരുന്നു. പിടിക്കാനെത്തിയവർക്ക് നേരെ രാജവെമ്പാല പലവട്ടം ചീറിയടുക്കുന്നതും ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും. തലനാരിഴയ്ക്കാണ് സംഘം ഒഴിഞ്ഞു മാറിയത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടാനായത്. ആദ്യമായാണ് വെള്ളത്തിൽ നിന്ന് പാമ്പിനെ പിടികൂടുന്നത്. ഉറുമ്പരിയിൽ ജനവാസ പ്രദേശത്ത് രാജവെമ്പാല എത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് റാന്നിയിൽ നിന്ന് RRT സംഘം എത്തിയത്. ഇവരെത്തി രാജവെമ്പാല കിടക്കുന്ന സ്ഥലം കണ്ടെത്തി. തുടർന്ന് പിടികൂടാൻ ശ്രമിക്കവേ പാമ്പ് സമീപത്തുള്ള മരത്തിൽ കയറി. പിന്നാലെ മരത്തിൽ കയറിയ RRT സംഘം പാമ്പിന്റെ വാലിൽ പിടികൂടിയെങ്കിലും താഴെയുള്ള നദിയിലേക്ക് വഴുതി വീഴുകയായിരുന്നു. വിടാതെ പിന്തുടർന്ന RRT ടീമിലെ PK രമേശ്, S സതീഷ് കുമാർ, അരുൺ രാജ് എന്നിവർ പാമ്പിന് പിന്നാലെ നദിയിൽ ചാടി കുടുക്കിട്ടു. ഇതിനിടെ 2 തവണ രാജവെമ്പാല വനപാലകർക്ക് നേരെ ചീറിയെടുത്തു. എന്നാൽ വെള്ളത്തിൽ വെച്ച് തന്നെ വനപാലക സംഘം പാമ്പിനെ കുടുക്കി കസ്റ്റഡിയിലാക്കി. തുടർന്ന് ഇരുവരും ചേർന്ന് നദിയിൽ വെച്ച് തന്നെ പാമ്പിനെ പിടികൂടുകയായിരുന്നു. ഇതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപകടമുണ്ടാവാത്ത വിധം പാമ്പിനെ പിടികൂടാനും അവയെ സുരക്ഷിതമാക്കുന്നതിനുമായിട്ടാണ് കേരള വനം വകുപ്പ് പാമ്പുപിടുത്തത്തിൽ ഔദ്യോഗികമായി പരിശീലനം നൽകി വരുന്നത്. ഇങ്ങനെ പരിശീലനം നേടി പാമ്പ് പിടിക്കാൻ ഇറങ്ങിയ 900-ലധികം ആളുകൾ ഇന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിലുണ്ട്. അതിൽ തന്നെ 40ഓളം സ്ത്രീകളുമുണ്ട്. പൊതുജനങ്ങളും വനവകുപ്പിലെ ജീവനക്കാരും അടക്കം ആളുകൾക്കാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിലൊക്കെ എങ്ങനെ ശാസ്ത്രീയമായും സുരക്ഷിതമായും പാമ്പിനെ പിടികൂടാമെന്നാണ് പ്രധാനമായും പരിശീലിപ്പിക്കുന്നത്. പാമ്പിനെ കണ്ടാൽ എങ്ങനെ ഔദ്യോഗികമായി വിവരം അറിയിക്കുകയും പാമ്പ് പിടുത്തക്കാരുടെ സഹായം തേടുകയും ചെയ്യുമെന്നതിനെ കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ല. അതിനായിട്ടാണ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ 2021 സർപ്പ എന്ന ആപ്പ് പ്രവർത്തനം തുടങ്ങിയത്. ഔദ്യോഗിക പരിശീലനം നേടിയ റെസ്ക്യൂവർമാരാണ് പാമ്പിനെ പിടികൂടുന്നതിനായി ഇതുവഴി എത്തുന്നത്. ലൊക്കേഷൻ അടക്കം നൽകിയിട്ടുള്ള ആപ്പിൽ പാമ്പ് പിടുത്തക്കാരുടെയും ഓഫീസർമാരുടെയും വിവരങ്ങളെല്ലാം കൃത്യമായി നൽകിയിട്ടുണ്ട്. പാമ്പിനെ പിടികൂടുന്നത് മുതൽ അതിനെ സുരക്ഷിതമായി ഫോറസ്റ്റ് ഓഫീസറെ ഏൽപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുമുണ്ട്.